Welcome back, students. Welcome to our IT class. It's been a while, I know that. We're going to talk about chapter 6 communication through the internet. I know we've got a little more chapters left behind. We're going to avoid that because it's all about the practicals. We've got to do practicals in order to get the idea of what is Excel is, what is all the other things. They need practicals. നമ്മുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽസ് ആണ്, എക്സൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് നമുക്ക് ഒരു തിയറി ക്ലാസ്സിലൂടെ അതൊരിക്കലും നിങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ പറ്റില്ല. സോ വി ഗോണ പ്രൊസീഡ് ഫർദർ വിത്ത് ദ തിയറി ക്ലാസ്സസ്. So, chapter 6, communication through internet. So, let me ask you first, what is internet? What is your idea about internet? When somebody says, I've got internet or I've got internet facility, what comes to your mind? എന്താണ് ഇൻ്റർനെറ്റ്? എനിക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുക? എന്തിനാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക? So let's take an example of our smartphone. ഇപ്പം നിങ്ങളെല്ലാം ഈ വീഡിയോ കാണുന്നത് ഒരു സ്മാർട്ട് ഫോണിലോ ഒരു സ്മാർട്ട് ഡിവൈസിലോ ആയിരിക്കാം. ചിലപ്പോൾ ലാപ്ടോപ്പിൽ കാണുന്നുണ്ടാവും, ചിലർ സ്മാർട്ട് ഫോണിൽ കാണുന്നുണ്ടാവും. How is it possible to watch this video which I am recording right now when I am in home and it is still available for you at the time of watching? How is it possible? Because of the help of internet. Because our smartphone allows us to capture photos, record videos and send it through various platforms like WhatsApp, YouTube, Facebook, like that, over internet. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്കതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും. ഈ ഫോട്ടോ, വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? വേരിയസ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് വാട്സാപ്പ് വഴി, ഫേസ്ബുക്ക് വഴി, മെസ്സഞ്ചർ വഴി, പല രീതിയിലും നമുക്ക് നമ്മളെടുത്ത ഫോട്ടോസ്, വീഡിയോസ്, മൾട്ടിമീഡിയ ഫയൽസ് എല്ലാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. വി ഡോണ്ട് ഹാവ് ടു ഗോ ടു ദ റെസിപ്പിയൻസ് ഹോം ആൻഡ് ഗിവ് വാട്ട് യു വാണ്ടഡ് ടു ഗിവ്. നമുക്കിപ്പോൾ ഒരു വീഡിയോ കൊടുക്കാനുണ്ടെങ്കിൽ ആർക്കാണോ കൊടുക്കേണ്ടത് അയാളുടെ വീട്ടിൽ പോയിട്ട് ഇന്ന വീഡിയോ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമില്ല. എന്താ? നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് ഉള്ളത് കൊണ്ട് വി ജസ്റ്റ് നീഡ് ടു ക്ലിക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ദെയർ ഓൺ ദ റെസിപ്പിയൻസ് ഫോൺ വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് എന്താണോ അയക്കേണ്ടത് അത് റെസിപ്പിയൻറ്റിൻ്റെ ഫോണിൽ കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് ദ തിങ് അബൌട്ട് ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ വേൾഡ് വൈഡ് വെബ്, ഓൾസോ കോൾഡ് WWW. WWW എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. So we can see while we browsing on internet by using any web browsers. ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേരിയസ് വെബ്സൈറ്റിലൂടെ നമ്മൾ കടന്നു പോകുന്നു ഫോർ എനി ഇൻഫർമേഷൻ. ദാറ്റ് ഈസ് നോൺ ആസ് browsing. And for browsing internet, what we needed, ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്മാർട്ട് ഫോൺ ഓർ ലാപ്ടോപ്പ് ഓർ ഡെസ്ക്ടോപ്പ്. ഒരു സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ അത്യാവശ്യമാണ്. ആൻഡ് ദെൻ അത് മാത്രം കൊണ്ട് പറ്റുമോ? ഇല്ല. പ്രോപ്പർ ഇൻ്റർനെറ്റ് കണക്ഷൻ, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. പിന്നെയോ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ പറ്റുമോ? ഇല്ല. പിന്നെന്ത് വേണം? ഒരു ബ്രൗസർ വേണം, വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ which is used to search various websites or whatever our query is. We can type it on that web browser and it will search for that query and give results. നമുക്ക് എന്തിനെ പറ്റിയാണോ അറിയേണ്ടത് അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും? ബ്രൗസറിൽ കൊടുക്കും, ബ്രൗസറിൽ ടൈപ്പ് ചെയ്യും. എന്നിട്ടോ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഗീവ് യു ദാറ്റ് ഇൻഫർമേഷൻസ് റിഗാർഡിങ് ദാറ്റ് ക്വറി യു ഹാവ് ടൈപ്ഡ്. നമ്മൾ ടൈപ്പ് ചെയ്ത ക്വറിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യും. സോ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു സ്മാർട്ട് ഡിവൈസ്. സ്മാർട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഡിവൈസസ്. ഇപ്പോൾ നമ്മുടെ ലാൻഡ് ഫോൺ ഒരു സ്മാർട്ട് ഡിവൈസ് ആണോ? അല്ല. എന്തുകൊണ്ടാണ്? അതൊരു കാര്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. ഇറ്റ്സ് ഡെഡിക്കേറ്റഡ് ഫോർ കോളിംഗ്. We can't do video conferencing, we can't text, we can't do anything other than calling. അപ്പോൾ ലാൻഡ് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനുള്ളതാണ്?
കോൾ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സാധനമാണ്. അതിന് ഒരിക്കലും സ്മാർട്ട് ഡിവൈസ് എന്ന് പറയാൻ പറ്റില്ല. വേറാസ് ഇൻ ദ കേസ് ഓഫ് മൊബൈൽ ഫോൺ എന്താണ്, സ്മാർട്ട് ഡിവൈസാണ്. സ്മാർട്ട് ഡിവൈസ് അല്ലാത്ത മൊബൈൽ ഫോണും ഉണ്ട്, സാധാ മൊബൈൽ ഫോണും ഉണ്ട്. എന്താ തമ്മിലുള്ള വ്യത്യാസം? where we can access multimedia file, send, where we can use the facility of internet. ഇങ്ങനെയുള്ള മൊബൈൽ ഫോൺസിനെ എന്തെന്ന് വിളിക്കും? സ്മാർട്ട് ഫോൺ എന്ന് വിളിക്കും. അതർ ദാൻ കോളിംഗ് ആൻഡ് ടെക്സ്റ്റിംഗ്, വാട്ട് എൽസ് ദേ ക്യാൻ പ്രൊവൈഡ്? ഇഫ് ദേ ക്യാൻ പ്രൊവൈഡ് സംതിങ് എൽസ്, വിൽ കോൾ ദം സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോൺ എന്ന് വിളിക്കും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ. പിന്നെ നമ്മൾ AC കണ്ടിട്ടുണ്ട്. AC, എയർ കണ്ടീഷണർ. അതിൻ്റെ അകത്ത് റിമോട്ട് വെച്ച് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മൊബൈലിൻ്റെ വൈഫൈ വെച്ച് വർക്ക് ചെയ്യുന്ന സ്മാർട്ട് ഡിവൈസസ് ഉണ്ട്. അതൊക്കെയാണ് സ്മാർട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. വയർലെസ്ലി വി ക്യാൻ ആക്ടിവേറ്റ്, ഡീആക്ടിവേറ്റ്, സ്വിച്ച് ഓൺ, സ്വിച്ച് ഓഫ്, ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒത്തിരി സ്മാർട്ട് ഡിവൈസസ് ഉണ്ട്, സാധാ ഡിവൈസസും ഉണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് ഹാസ് സ്പ്രെഡ് ഇറ്റ്സ് ഫീറ്റ് ഇൻ ഓൾ വാക്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഒരു ദിവസത്തിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ? വളരെ വിരളമായ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അവർ ലൈഫ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യകത ഏറിയ ഒരു സാധനമായി മാറി. പണ്ടൊക്കെ നമുക്ക് റിസൾട്ട്സ്, വെൻ യു റൈറ്റ് സം എക്സാംസ് ആൻഡ് യു നീഡ് ടു വെയിറ്റ് ഫോർ ദ റിസൾട്ട്സ് ടു കം, and you need to go to the school and check the list. If there is your number, that means you are passed. What about now? ഇപ്പം എന്താ അതിൻ്റെ അവസ്ഥ? എന്തെങ്കിലും ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ do we have to go to the school or any other places to know whether we've got passed or failed? നമ്മൾ ജയിച്ചോ തോറ്റോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ഒരു ലിസ്റ്റിൽ തപ്പേണ്ട ആവശ്യമുണ്ടോ? എവറിത്തിങ് ഈസ് അവൈലബിൾ ഓൺ യുവർ ഫിംഗർ ടിപ്പ്. എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വീട്ടിൽ എവിടെ നിങ്ങളിരിക്കുന്നോ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നോക്കാം എല്ലാ കാര്യങ്ങളും. ഈവൻ യു ക്യാൻ അപ്ലൈ ഫോർ ദ സ്റ്റഡീസ് ഓർ വാട്ട് എവർ പൊസിഷൻ യു ആർ ഗോയിങ് ടു അപ്ലൈ. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോബിനാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിലോ, യു ഡോണ്ട് ഹാവ് ടു ഗോ ടു ദാറ്റ് പ്ലേസ്. ഫസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അതവിടെ ചെന്ന് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. ഇതെല്ലാം സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? രണ്ടുപേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ പണ്ട് കാലത്തൊക്കെ ലെറ്റർ എഴുതിക്കൊണ്ടായിരുന്നു. ലെറ്റർ നമ്മൾ ഒരു പേപ്പറിൽ ലെറ്റർ എഴുതും. പ്രിയപ്പെട്ട ഇന്നയാളെ, സുഖമാണോ എന്നൊക്കെ പറഞ്ഞിട്ടേ ഒത്തിരി അകലെയുള്ള ആളുകൾ എന്ത് ചെയ്യും? ലെറ്റേഴ്സ് എഴുതും. അങ്ങനെയാണ് സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ദേ നീഡ് ടു റൈറ്റ് ലെറ്റേഴ്സ് ആൻഡ് ദേ നീഡ് ടു പോസ്റ്റ് ഇറ്റ് ഓൺ ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദേ ഹാവ് ടു വെയിറ്റ് ഫോർ വീക്സ്. ഒരു ആഴ്ചകളോളം കാത്തിരുന്ന് കഴിയുമ്പോഴാണ് പിന്നെ അത് റെസിപ്പിയൻറ്റിന് എത്തുക. അന്നേരം ആൾക്കത് വായിക്കാൻ പറ്റും. ദെൻ ദേ നീഡ് ടു റൈറ്റ് ദ റിപ്ലൈ ആൻഡ് ദേ നീഡ് ടു ഡു ദ സെയിം പ്രോസസ്സ്. എങ്ങനെ? പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് വീണ്ടും ഒരു ആഴ്ചകൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആശയവിനിമയം നടന്നുകൊണ്ടിരുന്നത്. ആൻഡ് ആസ് ടൈം പ്രൊസീഡ്സ് അതിലൊത്തിരി ചേഞ്ച് വന്നു. ടെലിഫോൺ കണ്ടുപിടിച്ചു, ടെലിഫോൺ അവൈലബിളായി. ആൻഡ് ടെലിഫോൺ അവൈലബിളായപ്പോൾ നമുക്കെന്ത് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റി. അതായത് പുറത്തുള്ള ഒരാളെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളുമായിട്ട് സംസാരിക്കണമെങ്കിൽ all we have to do is, if you have the number of his, you just need to hit those numbers on the dial pad and then call him, and live ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആശയവിനിമയത്തിൽ വന്ന വ്യത്യാസം, അവിടെ നമ്മൾ ആഴ്ചകളോളം കാത്തിരുന്ന ആശയവിനിമയം നടത്തിയെടുത്ത് നിന്ന് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റി. ആൻഡ് ദെൻ there comes സ്മാർട്ട് ഫോൺസ്. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സ്മാർട്ട് ഫോൺസ് വന്നു. ദെൻ വി ക്യാൻ സീ ആക്ച്വലി ലൈവായിട്ട് നമുക്ക് ആളെ കണ്ടുകൊണ്ട് സംസാരിക്കാം, വീഡിയോ കോൺഫറൻസിങ്. അപ്പോൾ അങ്ങനെയാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ച. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? ലെറ്ററിൽ തുടങ്ങി ഫോണിലെത്തി, സ്മാർട്ട് ഫോണിലെത്തി. ഇപ്പം നമുക്ക് ഫസ്റ്റ്
ഡിസ്കസ് ചെയ്യാനുള്ള ഇമെയിൽ എന്ന് പറയുന്ന സംഭവമാണ്. ആസ് ഐ ഹാവ് സെഡ്, we used to write letters to our relatives or friends in the previous days. നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മൾ ലെറ്റേഴ്സാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ പോസ്റ്റ് ചെയ്യണം. അത് റെസിപ്പിയൻറ്റിൻ്റെ അടുത്തെത്തണമെങ്കിൽ we have to wait and they need to wait for the letter to come. But whereas in the case of now, we've got email. ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക് മെയിൽ എന്ന് പറഞ്ഞാൽ we can write letters or we can include multimedia files and send to the recipient if you know the email address of the recipient within seconds. വിത്തിൻ സെക്കൻഡ്സിൽ നമ്മൾ ലെറ്റർ എഴുതുന്ന പോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ടൈപ്പ് ചെയ്ത് അതിനൊപ്പം തന്നെ മൾട്ടിമീഡിയ ഫയൽസും അറ്റാച്ച് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇമെയിൽ എന്ന് പറയുന്നത്. Email is formed by the combination of two words, അതൊക്കെയാണ് electronic and mail. You can send a message from your computer to your friend's computer and vice versa. Vice versa എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അങ്ങോട്ട് അയക്കാം, അതുപോലെ തന്നെ അവർക്ക് ഇങ്ങോട്ടും അയക്കാം. നേരെ തിരിച്ചും എന്നാണ് അതിൻ്റെ അർത്ഥം. Using email service. You can also send computer files as attachment through emails, not only just the text. വെറുതെ വാക്കുകളും സെൻറ്റൻസുകളും മാത്രമല്ല, വി ക്യാൻ ഇൻക്ലൂഡ് മൾട്ടിമീഡിയ ഫയൽസ്. നമ്മളെടുത്ത ഫോട്ടോസ്, വീഡിയോസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനോടൊപ്പം തന്നെ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് ഈസ് ജനറലി ഡെലിവേർഡ് ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ആഫ്റ്റർ സെൻഡിങ്. നമ്മൾ സെൻഡ് ചെയ്തിട്ടൊരു ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ തന്നെ റെസിപ്പിയൻറ്റിന് അത് കിട്ടും. An email can be sent anytime and anywhere in the world, and it can be sent to many people at a time. And other good thing about email is you can send the mail that which you have composed right now to many people. അതായത് നമ്മളിപ്പോൾ എഴുതിയ ഒരു ലെറ്റർ അത് നമുക്ക് പലർക്ക് ഒരേ സമയം തന്നെ ഒന്നിലധികം ആൾക്കാർക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. Some of the very popular websites that gives you email service free of cost are Gmail, Yahoo, Rediffmail, Hotmail, etc. അപ്പോൾ ഈ ഇമെയിൽ എന്ന് പറയുന്ന സർവീസ് നമുക്ക് പെയ്ഡ് സർവീസുമുണ്ട്, ഫ്രീ ആയിട്ട് തരുന്നവരുമുണ്ട്. പെയ്ഡ് സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇമെയിൽ അഡ്രസ്. യു ക്യാൻ സീ ദ ഇമെയിൽ അഡ്രസ് ആസ് ലൈക്ക് ദ നെയിം @gmail.com. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈൻ റെയ്മണ്ട് ജോൺസൺ @gmail.com. അങ്ങനെയുള്ളതായിരിക്കും മോസ്റ്റ് കോമൺലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക gmail.com എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. @ ആ എന്ന് പറയുന്ന സിമ്പലിന് ശേഷം കൊടുത്തിരിക്കുന്ന വാക്കാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആ ഡൊമൈൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, നമുക്കിഷ്ടമുള്ളൊരു പേര് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വീട്ടുപേര് പുളിക്കലാണ്, പുളിക്കൽ എന്നാണ് എൻ്റെ വീട്ടുപേര്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് പുളിക്കൽ എന്ന ഡൊമൈൻ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, റെയ്മണ്ട് @pulikal.com എന്ന് എനിക്ക് ഇമെയിൽ അഡ്രസ്സ് കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ പെയ്ഡ് കസ്റ്റമർ ആയിരിക്കണം. അതായത് ഞാൻ കുറച്ച് പൈസ കൊടുത്ത് എനിക്കൊരു ഡൊമൈൻ വാങ്ങിച്ചാൽ മാത്രമേ എനിക്ക് അങ്ങനെയുള്ളൊരു ഇമെയിൽ അഡ്രസ്സ് കിട്ടുള്ളൂ. അതിനെയാണ് പെയ്ഡ് ഇമെയിൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. വെറാസ് ഇൻ ദ കേസ് ഓഫ് ദിസ് Gmail, വി ഡോണ്ട് ആക്ച്വലി പേ എനിത്തിങ്. നമുക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ബട്ട് വി കാൺട്ട് കസ്റ്റമൈസ് ദ ഡൊമൈൻ നെയിം because they are giving you a free service. ഈ ജിമെയിലും യാഹൂ ഒക്കെ നമുക്ക് തരുന്നത് ഒരു ഫ്രീ സർവീസാണ്, ഇമെയിൽ അയക്കാനുള്ള ഒരു ഫ്രീ സർവീസ്. അതിൽ നമുക്ക് ഡൊമൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ജസ്റ്റ് നമുക്ക് നമ്മുടെ യൂസർ നെയിം മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇമെയിൽ എന്ന് പറയുന്നതിൻ്റെ കാര്യം. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞത് എന്താണ്, വീഡിയോ കോൺഫറൻസിങ്. വീഡിയോ കോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. യു മസ്റ്റ് ഹാവ് ടോക്ഡ് ഓൺ ടെലഫോൺസ് ആൻഡ് മൊബൈൽ ക്വൈറ്റ് എ ലോട്ട്. ബട്ട് ഹൗ വുഡ് യു ഫീൽ ഇഫ് യു കുഡ് ഓൾസോ സീ ദ പേഴ്സൺ വിത്ത് whom you are talking? This technique of watching the person while talking to him or her by using computer is called video conferencing. ഒരാളോട് സംസാരിക്കുന്ന അതേ സമയത്ത് ലൈവായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അയാളെ കാണുകയും പറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുന്നത്. യു റിയലി ഡോണ്ട് നീഡ് എനി description about this because you are familiar with that. WhatsApp video calls, IMO calls, every app that gives you permission to chat,
also gives you the facility of video conferencing. So you don't really need any description about that, I think. In video conferencing, there can be more than two persons at different locations simultaneously watching and talking to each other. വീഡിയോ കോൺഫറൻസിങ്ങിൽ ഒരാളും മറ്റൊരാളും മാത്രമായിരിക്കണമെന്നില്ല. അങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഒന്നിലധികം ആളുകൾ, പല സ്ഥലങ്ങളിലുള്ള ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ആശയവിനിമയം നടത്തുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുന്നത്. Like most computer-based communication methods, for video conferencing also you should be connected to the internet. Without a proper connection of internet, we wouldn't be able to do this video conferencing because it's all happening over internet. Internetinte help illade namukku idu pattilla. In addition to the internet, you need to have a webcam and a microphone connected to your computer and laptop. If we are doing the video conferencing with the help of a personal computer, you need additional devices like webcam and microphone. Microphone is for talking. You need to record whatever things you are saying, and it needs to be available for the other person at the other end. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾക്കാണെങ്കിൽ ഇൻബിൽറ്റ് എന്തുണ്ടാവില്ല, ക്യാമറയോ മൈക്രോഫോണോ ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാത്ത പക്ഷം വി നീഡ് ടു ഇൻസ്റ്റാൾ ദാറ്റ്. പക്ഷേ നമ്മൾക്ക് ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഫോണുണ്ട്. ഇപ്പം നമ്മൾ മൊബൈൽ ഫോണാണ് ഏറ്റവും യൂസ് ചെയ്യുന്നത്. അതിലെല്ലാം ഉണ്ട്. ക്യാമറയുണ്ട്, ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ, ഫ്രണ്ടിൽ 3 ക്യാമറ, 4 ക്യാമറ, ഫ്രണ്ടിൽ ഫ്ലാഷ്, മൈക്രോഫോൺ, എല്ലാ സാധനങ്ങളും ഉണ്ട്. സോ വി ഡോണ്ട് റിയലി ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. പിന്നെന്താണ്, വീഡിയോ കോൺഫറൻസിങ് ക്യാൻ ഹെൽപ്പ് സർജൻസ് ടു ഗൈഡ് സർജറീസ് ഹാപ്പനിങ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ആൻഡ് ഫ്രം ദെയർ ഓൺ ഹോസ്പിറ്റൽ. ഇതൊന്നും വേണ്ട, നമ്മുടെ എക്സാമ്പിൾ എടുത്താൽ മതി. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് പോകുന്നത്? സാറന്മാരെവിടെ ഇരിക്കുന്നു, ടീച്ചേഴ്സ് എവിടെ ഇരിക്കുന്നു? അവരവരുടെ വീട്ടിലിരിക്കുന്നു. നിങ്ങളുടെ വീടുകളിലിരിക്കുന്നു. ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ, റെക്കോർഡഡ് ക്ലാസ് അല്ലാതെ ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിലിരുന്ന് വേറൊരു സ്ഥലത്തിരിക്കുന്ന സാറിൻ്റെ ക്ലാസ് കേൾക്കുന്നു. ദാറ്റ്സ് ദ മെയിൻ എക്സാമ്പിൾ. ദാറ്റ്സ് ദ എക്സാമ്പിൾ ദാറ്റ് വിച്ച് യു റിയലി നോ അബൌട്ട്. സോ വീഡിയോ കോൺഫറൻസിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് മനസ്സിലെടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. So when you study about something, if you know the example, or if you don't know the example, you have to find an example, and example will help you to know more about it and memorize more about it. എക്സാമ്പിൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? ആ എക്സാമ്പിൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ആ എക്സാമ്പിളിനെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മെമ്മറിയിലേക്ക് വരും. യു ക്യാൻ ആക്ച്വലി റീകളക്ട് എവറിത്തിങ് വിച്ച് യു ഹാവ് മെമ്മറൈസ്ഡ്. പിന്നെ വോയിസ് ഓവർ ഇൻ്റർനെറ്റ്, VoIP, വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഈസ് എ ടെക്നോളജി ദാറ്റ് ഗീവ്സ് യു കോളിംഗ് ഫെസിലിറ്റി ഓവർ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ കോളിംഗ് ഫെസിലിറ്റി നൽകുന്ന ഒരു ടെക്നോളജിയാണ് VoIP എന്ന് പറയുന്നത്. വോയിസ് ഓവർ ഇൻ്റർനെറ്റ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, എവറി ടേം വിച്ച് വി ബംപ് ഇൻ ടു വിൽ ആക്ച്വലി സേ വാട്ട് ഇറ്റ് ഡു. നമ്മൾ പഠിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മൾ പഠിക്കുന്ന എല്ലാ ടേമും, ഇപ്പോൾ VoIP, വോയിസ് ഓവർ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് അതെന്താണെന്ന്. ഇൻ്റർനെറ്റിലൂടെ വോയിസ്. അപ്പോൾ നമുക്കൊരു 50 അല്ലെങ്കിൽ ഒരു 70% ഓഫ് ഐഡിയ വാട്ട് ഇറ്റ് ഡസ് വിൽ ബി ഗിവൺ വെൻ യു റീഡ് ദാറ്റ് ടേം. നമ്മൾ ആ ടേം ഒന്ന് വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു 70% കാര്യം മനസ്സിലാകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. യു ക്യാൻ നോട്ടീസ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ ടെക്നോളജി ദാറ്റ് ഗീവ്സ് എ കോളിംഗ് ഫെസിലിറ്റി ഓവർ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ സംസാരിക്കാൻ അല്ലെങ്കിൽ കോളിംഗ് ഫെസിലിറ്റി നൽകുന്നു. അതിനാണ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ വോയിസ്. ഇറ്റ് ഈസ് ബേസിക്കലി യൂസ്ഡ് ഫോർ വോയിസ് കമ്മ്യൂണിക്കേഷൻ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിലൂടെ വോയിസ് വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റിലൂടെ. The main difference between VoIP and video conferencing is that in VoIP you may or may not see live recording of the caller. കോളറിനെ
നമ്മൾ വോയിപ്പിലൂടെ ആണെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയാണ് നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാം, ചിലപ്പോൾ കാണാതിരിക്കാം. എങ്ങനെ അതൊന്നും ഇതില്ല, ഉറപ്പില്ല. ചില കേസിൽ അവരുടെ പ്രൊഫൈൽ പിക്ചർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ വോയിസിലാണെങ്കിൽ. ചില കേസിൽ നമുക്ക് അവരുടെ വീഡിയോയും കാണാൻ പറ്റും. But whereas in the case of live video screen not seen, the still image saved by the caller will be seen on the VoIP screen. That's what it said. അപ്പോൾ ലൈവ് ആളുടെ വീഡിയോ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആളുടെ പ്രൊഫൈൽ പിക്ചർ നമുക്ക് കാണാൻ പറ്റും വലുതായിട്ട് നമ്മുടെ സ്ക്രീനിൽ. ഈ സ്കൈപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസിൽ നമുക്കത് കാണാൻ പറ്റും. VoIP is available on smartphone, personal computers, laptops and other hardware devices that can access internet. ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പല സ്മാർട്ട് ഫോണുകളിലും സ്മാർട്ട് ഡിവൈസസിലും വോയിപ്പ് അവൈലബിൾ ആണ് എന്ന് കരുതി എ സിയിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നുമില്ല. നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്മാർട്ട് ഡിവൈസസ് വിച്ച് ക്യാൻ ആക്ച്വലി ആക്സസ് ഇൻ്റർനെറ്റ് ഗോട്ട് ദിസ് ഫെസിലിറ്റി. The use of VoIP has become popular as it has many advantages. Some of the advantages are low cost, easy to maintain. VoIP to VoIP calls are generally free. VoIP service can be used to connect landlines and mobile also upon payment of call charges. VoIP service also have some disadvantages such as loss of data, less reliable, delay due to heavy internet traffic, possibility of hacking of data. നമ്മൾ ഇൻ്റർനെറ്റിലൂടെ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ രാജ്യത്ത്, അതായത് പുറം രാജ്യങ്ങളിലുള്ള ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? റിലേറ്റീവ്സിനോട് ആരോടെങ്കിലും അവർ ഓൺലൈനിൽ സംസാരിക്കുമ്പോൾ നമ്മളൊരു ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും അവർ ഹലോ പറയുക. സോ വി നീഡ് ടു വെയിറ്റ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ടൈം ഇൻ ഓർഡർ ടു ഗെറ്റ് എ റിപ്ലൈ. നമുക്ക് അവരുടെ റിപ്ലൈ കിട്ടാനായിട്ട് ഒരു ഡിലേ ഉണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇൻ്റർനെറ്റിലൂടെയാണ്. ഹെവി ട്രാഫിക്കാണ്. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടിൽ ട്രാഫിക്കാണല്ലേ. എങ്ങനെ ട്രാഫിക്കാണ്? കൂടുതൽ വണ്ടി വരുമ്പോൾ ട്രാഫിക് കൂടും. അതുപോലെ തന്നെ ഇത് ഫ്രീ ആണ്. ഇൻ്റർനെറ്റിലൂടെ കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ വോയിപ്പ് യൂസ് ചെയ്യുന്നത്. VoIP user to VoIP user is free. So people will opt this facility other than the costly one. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കരമായ ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത്. ആൻഡ് ഇതിൽ പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിലൂടെ കോൾ ചെയ്യുമ്പോൾ ലോസ് ഓഫ് ഡേറ്റ, നമുക്ക് ഡേറ്റയുടെ ലോസ് ഉണ്ടാവും. അതായത് ഡേറ്റ കുറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ലെസ് റിലയബിൾ, നമ്മളല്ലാതെ ചെയ്യുന്ന കോളിനേക്കാളും വിശ്വസ്തത ഇല്ല അതിന്. കാര്യം ഇത് ഹാക്ക് ചെയ്യാൻ പറ്റും. ഇതെന്താണ് സംസാരിക്കുന്നതെന്നൊക്കെ പെട്ടെന്ന് ഹാക്കേഴ്സിനെ ഹാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ലോ കോസ്റ്റ് ആണ്. യു ഡോണ്ട് റിയലി ഹാവ് ടു പേ എനിത്തിങ് ഫോർ കോളിംഗ് someone who uses VoIP technology. Easy to maintain. VoIP to VoIP calls are generally free. VoIP to VoIP ജനറലി ഫ്രീ ആണ്. ഇപ്പം നിങ്ങൾക്കറിയാം, സ്കൈപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്കറിയാം, സ്കൈപ്പ് യൂസ് ചെയ്യുന്ന ആൾ ഓൺലൈനിലാണെങ്കിൽ നമുക്ക് ആളുമായിട്ട് കോൾ ചെയ്യാൻ പറ്റും, ഫ്രീ ആണ്. പക്ഷേ ആൾ ഓഫ്ലൈനാണ്, ആളുടെ ഫോണിലേക്ക് വിളിക്കണമെങ്കിൽ വി നീഡ് ടു പേ സർട്ടൻ എമൗണ്ട് ഇൻ ഓർഡർ ടു കോൾ ഹിം. വേറെ രാജ്യത്താണെങ്കിലും അയാളെ വിളിക്കണമെങ്കിൽ വി നീഡ് ടു പേ സംതിങ്. So that's all about VoIP and chatting. Chatting doesn't really need any description, I guess, because you're all familiar with WhatsApp. ഇപ്പോൾ ഈ വർഷം എന്തായാലും നിങ്ങളെല്ലാവരും സ്മാർട്ട് ഫോൺ, വാട്സാപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ചാറ്റിംഗ് എന്ന് പറയുന്നത്. ചാറ്റ് മീൻസ് എ conversation that takes place in a friendly atmosphere. Online chat refers to communication in the form of short messages over internet, just like SMS service on mobile. അപ്പോൾ മൊബൈലിലെ SMS സർവീസ് പോലെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനാണ് ചാറ്റ് എന്ന് പറയുന്നത്. ഫോണിലെ ചാറ്റല്ല, അല്ലാതെ ചിറ്റ് ചാറ്റ്സ് എന്നൊക്കെ പറയില്ലേ, നമ്മളൊരു പാർക്കിലൊക്കെ പോയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ചാറ്റാണ്. അതുപോലെ തന്നെ ഓൺലൈനിലേക്ക് വരുമ്പോൾ വി ക്യാൻ ചെറിയ മെസ്സേജുകളിലൂടെ നമ്മളുടെ ഐഡിയാസ് അല്ലെങ്കിൽ കോൺവെർസേഷൻ പുരോഗമിക്കുന്നതിനെയാണ് ചാറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ 1-to-1 ചാറ്റ് ഓർ 1-to-many ചാറ്റ്. ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ 1-to-1 ചാറ്റ് ഉണ്ടാവാം. അതൊക്കെ നിങ്ങൾക്കറിയാം. Chatting has helped in free talk among people from different corners of the world. ഇപ്പോൾ ചാറ്റ് റൂംസ് ആർ അവൈലബിൾ. ചാറ്റ് റൂംസ് ഉണ്ടാവും ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ലൊക്കേഷൻ ഓർ ജനറൽ ടോപ്പിക്. ഓരോ ടോപ്പിക്കിനെ പറ്റി ഉള്ള ചാറ്റ് റൂംസ് ഉണ്ടാവും. ദ ക്യാൻ ബി പീപ്പിൾ അക്രോസ് ദ വേൾഡ്, സോ ഹും യു ക്യാൻ ടോക്ക് ടു. നമുക്ക് ഈ ചാറ്റ് റൂം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ സംസാരിക്കുന്നത് എല്ലാവരുമായിട്ടാണ്, 1-to-many ആണ്.
Whereas when you talk to some person, it is one-to-one talking or chatting. It has encouraged the use of shorthand as well as introduction of acronyms discussed later in the chapter. Acronyms ne patti pinne padikam. Like what is the spelling of OK? OKAY ആണ് OK എന്ന് പറയുന്നത്. But we use OK, just OK for instead of using OKAY. അതിനൊക്കെയാണ് അക്രോണിംസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ LOL, ROFL എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അയക്കൂലേ. CU എന്നുള്ളതിന് C എന്നിട്ട് U എന്ന് വയ്ക്കും. ശരിക്കും എന്താ അതിൻ്റെ സ്പെല്ലിംഗ്? SEEYOU ആണ്. പക്ഷേ whereas in the case where we use C and U. Some of the popular online chat programs used on computers are Google Talk, Yahoo Messenger, Live Chat, Pure Chat, etc. You don't have to memorize this one. നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. എന്താണ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ, വാട്സാപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് കുറച്ചുകൂടെ പഴയ, അതായത് കുറച്ചുകൂടെ പഴയെന്ന് പറഞ്ഞാൽ ഒരു വർഷമൊക്കെ നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിലുണ്ടാവുക കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ബട്ട് യു ആർ അഡ്വാൻസ്ഡ്, യു ആർ എക്സ്പോസ്ഡ് ടു ദിസ് വൺ. The threshold of new technology you have reached. അപ്പോൾ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയെ പറ്റി ഇപ്പോൾ പഠിക്കാൻ തുടങ്ങി. കാര്യം ഇപ്പോൾ കൊറോണ വന്നതോടുകൂടി you need to use your mobile phone or smart devices in order to get the class from the class teachers or the other subject teachers. So you are exposed to that technologies, so you know advanced technologies. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിലുള്ള എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാം. So you need to think. എന്നിട്ട് അതിനനുസരിച്ചുള്ള എക്സാമ്പിൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം. ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. വാട്ട് ഈസ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്? ക്യാൻ യു ഗീവ് മീ സം എക്സാമ്പിൾ ഫോർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്? എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്? നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്താ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും? ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. എ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസ് ഈസ് എ പ്ലാറ്റ്ഫോം വെർ പീപ്പിൾ വിത്ത് കോമൺ ഇൻട്രസ്റ്റ് ഓർ ആക്ടിവിറ്റീസ് ക്യാൻ കണക്ട് വിത്ത് ഈച്ച് അതർ. ഇറ്റ് അലൗസ് യു ടു ഷെയർ യുവർ വ്യൂസ്, ഐഡിയാസ്, സജഷൻസ്. You can also share audio, video, and still images with your friends and contacts. Some social networking sites also allow you to create groups and share common interests. Social networking sites എന്ന് പറഞ്ഞാൽ എന്താ? Is a platform where people with common interest or activities can connect with each other. കോമൺ ഇൻട്രസ്റ്റും ആക്ടിവിറ്റീസും ഉള്ള പീപ്പിളിന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാം? നമ്മുടെ ഒരു കാര്യത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ അഭിപ്രായത്തെ, നമുക്കതിനെപ്പറ്റി പറയാനുള്ള കാര്യത്തെ നമുക്കവിടെ പറയാൻ പറ്റും. അത് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റും, അവർക്കതിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റും, അവർക്കതിനെ അനുകൂലിക്കാൻ പറ്റും, പ്രതികൂലിക്കാൻ പറ്റും, അവർക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്? സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്. ഫോർ എക്സാമ്പിൾ യു ക്യാൻ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ഫേസ്ബുക്ക്. അപ്പോൾ എന്താ ഗുണം? ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൻ്റെ ഫുൾ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എന്ത്? എക്സാമ്പിൾ വെച്ച് പഠിക്കണം. when you learn something new, you have to find the example for that and memorize that example. ആ എക്സാമ്പിൾ ഒന്ന് പഠിക്കണം, എന്താണ് ആ എക്സാമ്പിൾ എന്നുള്ള കാര്യം. in this case you know what is that example, Facebook. അപ്പോൾ എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ you will memorize about or you will recollect the recollection at the time when we have discussed about the social networking site and I have given you the example of Facebook. And then you will think about Facebook. എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഫേസ്ബുക്കിൽ ചെയ്യാം? എനിക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാം, അതിനെ ഷെയർ ചെയ്യാം, അതിന് കമൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൻ്റെ ഡെഫിനേഷൻ ഓർ വാട്ട് വി ക്യാൻ ഡു വിത്ത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ലെങ്കിൽ ഒരു ആൻസർ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? എക്സാമ്പിൾ വെച്ച് പഠിക്കണം. ഓക്കെ. And some social networking sites also allow you to create groups and share common interest. നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാനും പറ്റും. ഇതും ഫേസ്ബുക്കിൽ പറ്റും ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ഓർക്കണം?
സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്നെ പറ്റി പഠിക്കുമ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന എക്സാമ്പിൾ മനസ്സിൽ വിചാരിക്കുക, സോ ദാറ്റ് യു ക്യാൻ say more about social networking sites. But you have to keep in mind when asking about social networking site, you do not mention Facebook other than എക്സാമ്പിളിൽ മാത്രമേ ഫേസ്ബുക്ക് കൊടുക്കാറുള്ളൂ. അല്ലാണ്ട് ഫേസ്ബുക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു, ഫേസ്ബുക്കിൽ എനിക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാമെന്നല്ല. അത് നോട്ട് എ പ്രോപ്പർ വേ ഓഫ് ആൻസറിങ് എ ക്വസ്റ്റ്യൻ. But social networking site, instead of using Facebook, you have to mention social networking site, and at last you can give the example of Facebook. These social networking websites are also used marketing tools, variety of information and knowledge. However, these services are generally considered as the source of distraction for students from the point of view ഓഫ് ദ സ്റ്റഡീസ്. ഇപ്പോൾ നമ്മൾ ഇതിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിൻ്റെ ഒരു സമറൈസ്ഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇതൊരു ഡിസ്ട്രാക്ഷനാണ്. ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ മെയിൻലി ഇൻ ദ കേസ് ഓഫ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ഗുണം? എന്താ പ്രശ്നം? ഇത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. യു വോണ്ട് നോട്ടീസ് ദ ടൈം ഗോസ് ബൈ. സോ എല്ലാം ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. So that's all about the internet and its uses, and we're gonna talk about the other things in the next class. So I want you to read the portion which we have discussed today and make some little